സോ ദിസ് ഈസ് മൈ ന്യൂ ഹിമാലയൻ 452. ഇതിൽ ആദ്യത്തെ റൈഡിന്റെ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 6-ാം തീയതിയാണ് ഫസ്റ്റ് റൈഡ് പോകുന്നത്. ഫസ്റ്റ് ഡേക്ക് തന്നെ 300 കിലോമീറ്റേഴ്സ് ആണ് ഞാൻ റൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മീറ്റർ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി. സോ ഇതാണ് നമ്മുടെ മെയിൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ജോയ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജോയ്സ്റ്റിക് വെച്ച് നോക്കുന്ന സമയത്ത് ട്രിപ്പിൽ ടോട്ടൽ കിലോമീറ്റേഴ്സ് ഇവിടെ 474 കാണിക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് ഡേ ആണ്, അതായത് വണ്ടി എടുത്ത രണ്ടാമത്തെ ദിവസമാണ് 474. അതായത് മൂന്നാമത്തെ ദിവസം വണ്ടി സർവീസിന് പോവുകയാണ്. ഫസ്റ്റ് 500 കിലോമീറ്റേഴ്സ് ആണ് വണ്ടിയുടെ സർവീസ് പറയുന്നത്. അപ്പോൾ 474 കിലോമീറ്റേഴ്സ് സോഫാർ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കാണാൻ വേണ്ടി പറ്റും. ഈ വണ്ടിയുടെ ആദ്യത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു സ്മൂത്ത് കംഫർട്ട് വിത്ത് കോൺഫിഡൻസ് അത് ലഭിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഹിമാലയൻ 452. ആൻഡ് ദിസ് ഈസ് ഹാൻലി ബ്ലാക്ക് SB എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരും. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് എത്ര സ്പീഡിലും പോകാൻ പറ്റും വിത്ത് ABS സംവിധാനം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഇവിടുന്ന് നമുക്ക് എഞ്ചിനിൽ നിന്നും നല്ല ഹീറ്റ് വരുന്നുണ്ട്. അത് തന്നെയാണ് നമുക്കൊരു ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ എന്ന രീതിയിൽ കാണിക്കുന്നത്. വണ്ടിയുടെ ടെമ്പറേച്ചറിന്റെ റേഞ്ച് കാണാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഹീറ്റ് പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ കാലിന് അത് നെഗറ്റീവായിട്ട് കാലിന്റെ ഒരു ഭാഗം ചൂടാകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഏറ്റവും നല്ല ഷൂ എന്ന് പറയുന്നത്, നിങ്ങൾ ആ ട്രക്കിംഗ് ഷൂ പോലെയുള്ള നല്ല ഷൂ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റി ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ ഈ ഒരു ഭാഗത്ത് നല്ല ഹീറ്റ് വരും. ഞാൻ ആദ്യം ധരിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു ഷൂ ആണ്. പിന്നീട് കൊച്ചിയിൽ പോയപ്പോൾ ഡെക്കാത്ലോണിൽ നിന്നാണ് ഈ ഷൂ വാങ്ങിക്കുന്നത്. ഈ ഷൂ ഇട്ടത് കൊണ്ട് എനിക്ക് കുറേയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കംഫർട്ട് തോന്നിയ ഒന്ന് ഇതാണ്, എഞ്ചിനിൽ നിന്ന് നല്ലപോലെ ഹീറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ദിവസം 300 കിലോമീറ്റർ റൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എത്രമാത്രം എഞ്ചിൻ ഹീറ്റിംഗ് ചെയ്യാൻ കാരണമാകും എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ വരുന്നത് നാവിഗേഷൻ ആണ്. ഈ നാവിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോണുമായിട്ട് നമുക്കിത് സിങ്ക് ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമ്മുടെ ജോയ്സ്റ്റിക്കിൽ കൊടുക്കുന്ന സമയത്ത് വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. ഇപ്പൊ നമ്മളത് കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. പക്ഷെ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഫോണും ഇത് എപ്പോഴും സിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ഫോണിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് വെക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫോൺ നമ്മൾ കയ്യിൽ ഉപയോഗിക്കേണ്ടതില്ല, ബാഗിൽ ഇടാം. പക്ഷെ നമുക്കത് എപ്പോഴും നെറ്റ് ഓൺ ആക്കി ഇരിക്കണം. അപ്പൊ ചാർജ് എന്ന് പറയുന്ന ഒരു കൺസംഷൻ നല്ലപോലെ നടക്കുന്നുണ്ട്. ഇതാണ് ഈ 2 ഡിസ്കംഫർട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മേ ബി മറ്റു ഇമ്പ്രൂവ്മെന്റ്സും ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഉണ്ടാകും. എന്റെ ഫസ്റ്റ് റൈഡിലുള്ള ഏതാനും ചില അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് റിവ്യൂയുടെ ഭാഗമായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ അത്രയും ദൂരം വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, 3-ാം ദിവസം വണ്ടി സർവീസിന് കയറ്റാണ് എന്ന പോലെ നമ്മളും സർവീസിന് ചിലപ്പം പോകേണ്ടി വരും. അപ്പൊ ബോഡിക്ക് അത്യാവശ്യം നല്ല വാമപ്പ് ആയിട്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ വണ്ടിയുടെ കൂടെ കിട്ടുന്ന ഒരു ചട്ടി ഹെൽമെറ്റ് ഉണ്ട്. അതും ഒരു ഡിസ്കംഫർട്ടിന്റെ ഒരു പോയിന്റ് ആണ്. പക്ഷെ അത് ഒട്ടും കംഫർട്ട് അല്ല. കാരണം ഈ വണ്ടിയിൽ നമ്മൾ 3-ല് 4-ലൊക്കെ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വണ്ടി 60 എബോ ഏറ്റവും മിനിമം കയറി പോകുന്നുണ്ട്. അപ്പൊ ഈ ചട്ടി ഹെൽമെറ്റ് ധരിക്കുന്ന സമയത്ത് അതങ്ങ് പാറിപ്പോകും. സോ അതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ധരിക്കലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സജഷൻ ആയിട്ട് പറയാനുള്ളത്.